നമഃശിവായ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. തിഥികളെ കുറിച്ച് 2-3 പ്രാവശ്യമായിട്ട് പറഞ്ഞു. ഇന്ന് ചതുർത്ഥി തിഥിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്കറിയാം, പറയണ്ടായി ഭവിഷ്യപുരാണത്തില് സുമന്തു മഹർഷി ശതാനീക ചക്രവർത്തിയോട് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് പറയുന്നത് ഈ തിഥികളുടെ മഹാത്മ്യത്തെ പറ്റിയിട്ട്. അപ്പോ ചതുർത്ഥി കൽപ്പത്തെ പറ്റിയിട്ടും തിഥിയെ പറ്റിയിട്ടും ശതാനീകൻ സുമന്തു മഹർഷിയോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് വിനായകൻ വിഘ്നങ്ങളുടെ അധിപതിയായത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അതിന് മറുപടിയായിട്ട് മഹർഷി പറയുന്ന കഥ എങ്ങനെയാണ്, ആദ്യത്തില് ഹൃദയുഗത്തില് പ്രജാസൃഷ്ടി നടന്നു. ആ കാലത്ത് യാതൊരു വിഘ്നങ്ങളും കൂടാതെ കൊണ്ട് ആളുകൾക്ക് കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കാൻ സാധ്യമായതുകൊണ്ട് ജനങ്ങളെല്ലാം അഹങ്കാരം പിടിച്ചു ആളുകൾക്ക്. അപ്പോ അങ്ങനെ അതിന്റെ ഒരു ഫലമായിട്ട് ലോകത്ത് പലതരത്തിലുള്ള ദുർനിമിത്തങ്ങൾ ഉണ്ടായി. ആളുകൾക്ക് മനസ്സിന് വിഭ്രമം ഉണ്ടാവുക, അതുപോലെ രാജകുമാരന്മാർക്ക് അന്നത്തെ കാലത്ത് രാജകുമാരന്മാർക്ക് പാരമ്പര്യമായിട്ട് ലഭിക്കേണ്ടതായിട്ടുള്ള അവകാശം ലഭിക്കാണ്ടിരിക്കുക, അതുപോലെ കന്യകകൾക്ക് നടക്കാതിരിക്കുക, ഗർഭിണി കച്ചവടത്തിൽ ലാഭമില്ല, കൃഷി ചെയ്ത വിളവ് കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള ഒരുപാട് അനർത്ഥങ്ങളെ ഉണ്ടായി അത്രേ. അപ്പൊ ഇതിന് ഒരു പരിഹാരം എന്താണ് വേണ്ടത് എന്ന് ഋഷിമാരെല്ലാവരും കൂടിയിട്ട് ആലോചിച്ചു അത്രേ. ത്രിമൂർത്തികളെ പ്രാർത്ഥിക്കുകയും അങ്ങനെ ത്രിമൂർത്തികളോട് അവരുടെ ദുഃഖത്തെ പറയുകയും, അങ്ങനെ ത്രിമൂർത്തികളാണത്രേ വിനായകനെ ഗണാധിപതിയും കർമാധിപതിയുമായിട്ട് ചതുർത്ഥി ദിവസമാണത്രേ ഇങ്ങനെ വിനായകനെ ഗണാധിപതിയായിട്ട് നിയമിച്ചത് എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാ ശുക്ലപക്ഷ ചതുർത്ഥി ദിവസവും ഭക്തിയോട് കൂടിയിട്ട് ഗണപതിയെ പൂജ നടത്തിയാല് യാതൊരു വിഘ്നങ്ങളും ബാധിക്കില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഗണപതി തൃപ്തനായാല് പിതൃക്കള്, ദേവന്മാര്, മനുഷ്യര് ഇങ്ങനെ സകലരും തൃപ്തരാകുന്നു എന്നും പറയുന്നു. ഇനി പ്രധാനപ്പെട്ട നമുക്ക് കേരളത്തിൽ നമ്മൾ ആഘോഷിക്കാറ് സാധാരണ വിനായക ചതുർത്ഥിയാണ്. 3 ചതുർത്ഥികളുണ്ട്: ശിവ, ശാന്ത, സുഖ. അതായത് ഭാദ്രപദ മാസത്തില് ശുക്ലപക്ഷ ചതുർത്ഥി വിനായക ചതുർത്ഥി ശിവ എന്ന് അറിയപ്പെടുന്നു. ഗണപതിയുടെ അത് വിനായക ചതുർത്ഥി ഗണപതിയുടെ ജന്മദിനമായിട്ടും കണക്കാക്കുന്നു. അന്നത്തെ ദിവസം എല്ലാവരും നമ്മള് ഇന്ത്യയില് എല്ലായിടത്തും തന്നെ വിനായക ചതുർത്ഥി നന്നായിട്ട് തന്നെ ആഘോഷിക്കാറുണ്ട്. അതിന്റെ രീതി എങ്ങനെയാ വെച്ചാല് അന്നത്തെ ദിവസം സ്നാനം, ദാനം, ഉപവാസം, ജപം ഇത് നടത്തിയാല് 10 മടങ്ങ് വിനായകപ്രീതി ലഭിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ ശർക്കര, ഉപ്പ്, നെയ്യ് ഇവ ദാനം ചെയ്യണം എന്ന് പറയുന്നു. അതുപോലെ ആ ദിവസം ശർക്കര ചേർത്തിട്ടുള്ള അപ്പം ഉണ്ടാക്കിയിട്ട് ബ്രാഹ്മണ ഭോജനം നടത്തണം എന്ന് പറയുന്നുണ്ട്. അന്നത്തെ ദിവസം സ്ത്രീകള് ഭർതൃമാതാവ്, അതുപോലെ ഭർതൃപിതാവ് എന്നിവർക്ക് ശർക്കര, ഉപ്പ്, അപ്പം ഇതൊക്കെ നൽകിയാല് സൗഭാഗ്യവതികളാകുന്നു എന്ന് പറയുന്നു. അതുപോലെ കന്യകകള് ആ ദിവസം വിനായകനെ പൂജിച്ചാല് വലിയ ശ്രേയസ്സാണ് എന്നാണ് പറയുന്നത്. നമ്മള് മഹാരാഷ്ട്രയില് അതുപോലെ ബംഗാളിലൊക്കെ എല്ലാ ശുക്ലപക്ഷ ചതുർത്ഥിയും അവർ നന്നായിട്ട് തന്നെ നമ്മളെ ഏകാദശി നോക്കണ പോലെ തന്നെ അവരുടെ ചതുർത്ഥി നോക്കാറുണ്ട് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പോ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചതുർത്ഥികളാണ് ഈ പറഞ്ഞത്. അപ്പൊ വിനായക ചതുർത്ഥി നമ്മളെല്ലാവരും നോക്കാറുണ്ട്. ഇനി രണ്ടാമത് വരുന്നതാണ് മാഘമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി, ശാന്ത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പൊ നമുക്ക് കഴിഞ്ഞു പോയത് ശാന്തിയെ പ്രദാനം ചെയ്യുന്നതാണ് ഈ ചതുർത്ഥിയുടെ ഫലം പറയുന്നത്. ഗണപതി പ്രീതി അന്ന് ചെയ്യുന്ന സ്നാനം, ദാനം, അതുപോലെയുള്ള ഉപവാസം ഇതിനൊക്കെ 1000 മടങ്ങ് ഫലമുണ്ട് എന്നാണ് പറയുന്നത്. ഇതിലും നിവേദ്യം ശർക്കര, ഉപ്പ്, അപ്പം ഇതൊക്കെ തന്നെയാണ് നിവേദ്യം പറയുന്നത്. അടുത്ത ദിവസം ഉപവാസം, വിനായക പൂജ, ഹോമം, ബ്രാഹ്മണർക്ക് ദാനം ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് വിനായകൻ പ്രസാദിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ
സ്ത്രീകള് ഈ ദിവസം ശർക്കര, ഉപ്പ്, നെയ്യ് ഇതൊക്കെ നിവേദിച്ച് ഗുരുപൂജ നടത്തിയാല് സൗഭാഗ്യവതികളാകും എന്ന് പറയുന്നു. ഇന്നത്തെ ഈ ദിവസത്തെ പൂജയ്ക്ക് അധികാരം മുഖ്യമായിട്ടും സ്ത്രീകൾക്കാണ് എന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് സുഖ എന്ന ചതുർത്ഥിയാണ്. സുഖത്തെയും സൗഭാഗ്യത്തെയും പ്രദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇത് എല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് മഹർഷി പറയുന്നു. ഈ സുഖ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ചൊവ്വാഴ്ചയും ശുക്ലപക്ഷ ചതുർദശിയും ചൊവ്വാഴ്ചയും ശുക്ലപക്ഷ ചതുർദശിയും കൂടെ വരുന്ന ദിവസമാണ് സുഖ ചതുർത്ഥി എന്ന് അറിയപ്പെടുന്നത്. ഇത്രയാണ്. നമ്മളിപ്പോ മഹാരാഷ്ട്രയിലൊക്കെ അതുപോലെ ബംഗാളിലൊക്കെ ഓരോ ചതുർത്ഥിക്കും ഓരോ പേരിട്ടിട്ട് ലംബോദര, ദ്വിജപ്രിയ, ബാലചന്ദ്ര, വികട ഇങ്ങനെ ഓരോ മാസത്തെയും ചതുർത്ഥിക്ക്, ശുക്ലപക്ഷ ചതുർത്ഥിക്ക് ഓരോ പേരിട്ട് അവര് ഇതുപോലെ ഉപവാസമൊക്കെ അനുഷ്ഠിക്കാറുണ്ട് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. പിന്നെ വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ കണ്ടാലുള്ള ഫലത്തെ കുറിച്ചുള്ള കഥയൊക്കെ എല്ലാവർക്കും അറിയാം എന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് ചതുർത്ഥിയെ കുറിച്ച് എനിക്ക് കിട്ടിയ വളരെ കുറച്ചുള്ള ഇൻഫർമേഷൻ ആണ് കേട്ടോ. നമ്മൾ ഭവിഷ്യപുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി ഇതുപോലെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നന്നായിരുന്നു. ഇത് മാഡത്തിന്റെ ക്ലാസ്സിന് ശേഷം എപ്പോഴെങ്കിലും ഏതെങ്കിലും വിവരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയിച്ചാൽ നന്നായിരുന്നു. ഓം അമൃതേശ്വരി നമഃ. അമ്മയെ സ്മരിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അമൃതേശ്വരിയെ നമഃ. ജഗദ്ഗുരുവും ജഗജ്ജനനിയും എൻ്റെ ഹൃദയകമലവാസിനിയുമായ അമ്മയ്ക്ക് ശതകോടി പ്രണാമം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ അമ്മ മക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മൾ ഈ വരാൻ പോകുന്ന ഏകാദശിയുടെ പേര് വിജയ ഏകാദശി എന്നല്ലേ. അപ്പൊ ഇത് ഞാനോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ചേർന്നതിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ഇത് 6ാമത്തെ സത്സംഗമാണ്. ഏകാദശിയെ പറ്റി പലരും ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രത്യേകത മീൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ അതിനൊരു മനനമായിട്ട്, അതായത് പറഞ്ഞതിനെ തന്നെ, നമ്മൾ കേട്ടതിനെ തന്നെ തിരിച്ചു കേൾക്കുന്നതിനെ മനനം എന്ന് പറയില്ലേ. എല്ലാ ആധ്യാത്മിക കാര്യങ്ങളെല്ലാം മനനം ചെയ്താണല്ലോ ഓർപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ അങ്ങ് തീരുമാനിച്ചുകൊള്ളുക. പിന്നെ ഞാൻ ഇനി എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. പിന്നെ ഏകാദശി വ്രതത്തെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏകാദശി വ്രതം സർവകാമ ഫലപ്രദം കർത്തവ്യം സർവദാ വ്രതം വിഷ്ണു പ്രീണേന കാരണം. ഈ ഏകാദശി വ്രതം എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞാൽ സർവകാമ ഫലപ്രദമാണ്. അതായത് നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളെയും പൂർത്തി വരുത്താനുള്ള ഒരു കഴിവ് ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക്, ഏകാദശി വ്രതത്തിനുണ്ട്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. ഇത് വിഷ്ണു പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള വിഷ്ണു പ്രീണനം എന്ന് പറയാൻ വിഷ്ണു പ്രീതിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഈ യജ്ഞം അനുഷ്ഠിക്കാൻ പറയുന്നത്. വിഷ്ണു പ്രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനായ വിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണൻ. അപ്പൊ നമുക്കെല്ലാം വിഷ്ണുവിനെ കഴിഞ്ഞ് ഇവിടെ എല്ലാം നമുക്ക് കൂടുതലായിട്ട് എല്ലാവരും നമ്മൾ പറയുമ്പോൾ കൃഷ്ണനെയാണ് പറയുന്നത്. അപ്പൊ ശ്രീകൃഷ്ണന്റെ പ്രീതിക്കായിട്ടുള്ള ഒരു വ്രതമായിട്ട് നമുക്ക് ഈ ഏകാദശി വ്രതത്തെ കണക്കാക്കാം. പിന്നെ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള വ്രതങ്ങളുണ്ട്. സനാതന ധർമ്മത്തിൽ എടുത്താൽ പലതരത്തിലുള്ള വ്രതനിഷ്ഠകളുണ്ട്. നമുക്കറിയാമില്ല, ശിവരാത്രി വ്രതം, ത്രയോദശി വ്രതം, പിന്നെ നവരാത്രി, ചാതുർമാസ്യം, ഷഷ്ടി വ്രതം, ഇപ്പൊ പറഞ്ഞ ചതുർത്ഥി വ്രതം കൂടാതെ മഹാരാഷ്ട്രയിലെ ഞാൻ പറഞ്ഞു ചതുർത്ഥി വ്രതം എന്ന് പറഞ്ഞു. പക്ഷെ അതിലും കൂടുതൽ അവർക്ക് കൂടുതൽ കാര്യമായിട്ടുള്ള വ്രതമാണ് സംകാഷ്ടി എന്ന് പറയുന്നത്. സംകാഷ്ടി എന്ന് പറഞ്ഞാൽ കറുത്തപക്ഷം, ഇതിപ്പോ നമ്മൾ എടുക്കുന്നത് കറുത്തപക്ഷം കഴിഞ്ഞുള്ളതാണ് ചതുർത്ഥിയായിട്ട് എടുക്കുന്നത്, വിനായക ചതുർത്ഥിയൊക്കെ. പക്ഷെ വെളുത്തപക്ഷം കഴിഞ്ഞ് വരുന്ന 4ാമത്തെ ദിവസം അതിനെ സംകാഷ്ടി, സങ്കടനാശ ചതുർത്ഥി എന്ന് പറയും. ആ വ്രതമാണ് എല്ലാവരും കൂടുതലായിട്ട് അവിടെയൊക്കെ ആചരിച്ച് കാണുന്നത്. അതിനെ സങ്കടനാശ ചതുർത്ഥി എന്നാണ് പറയുന്നത്. അതുപോലെ സങ്കടനാശ ചതുർത്ഥി, പിന്നെ സോമവാര വ്രതം, പഞ്ചമി വ്രതം, ഇങ്ങനെ വ്രതങ്ങളുടെ പട്ടി ഇങ്ങനെ നീണ്ടുകൊണ്ടേ പോകുന്നു. പക്ഷെ വ്രതാനാമപി സർവേഷാം മുഖ്യം ഏകാദശി വ്രതം. ഈ എല്ലാ വ്രതങ്ങളിലും വെച്ച് സർവേഷാം മുഖ്യം, എല്ലാത്തിലും വെച്ച് ഏറ്റവും മുഖ്യമായിട്ടുള്ള വ്രതമാണ് ഏകാദശി വ്രതം. ഈ വ്രതം ആചരിക്കാൻ എല്ലാവർക്കും ആചരിക്കാവുന്ന ഒരു വ്രതമാണിത്. അത് എന്താ പറയുക, ബ്രഹ്മചാരിയായാലും വാനപ്രസ്ഥനായാലും മോക്ഷകാമിയായാലും ദേഹാഭിമാനിയായാലും എല്ലാവർക്കും തന്നെ, അതായത് യതിയാണെങ്കിലും യതികൾക്ക് പോലും ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കണം എന്നാണ് പറഞ്ഞിരിക്കും. അപ്പൊ നമ്മൾ പറയില്ലേ 4 ആശ്രമങ്ങളെ പറയുമ്പോൾ ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, യതി, ഈ 4 ഉള്ളവർക്ക് ഒരുപോലെ ബാധകമാണ് ഏകാദശി വ്രതം. അതുപോലെ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞു 8 മുതൽ 80 വരെ, വേറൊരിടത്ത് കണ്ടു 5 മുതൽ 85 വരെ.
ഈ പ്രായത്തിലുള്ളവർക്കെല്ലാം ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതാണെന്ന്, അനുഷ്ഠിക്കാമെന്നല്ല, അനുഷ്ഠിക്കേണ്ടതാണെന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മുടെ എല്ലാ പുരാണങ്ങളും ഈ ഏകാദശിയുടെ മാഹാത്മ്യം പറയുന്നുണ്ട്. പല പുരാണങ്ങളും, ഹരിഭക്തി വിലാസം, സ്കന്ദപുരാണം, ബ്രഹ്മവിവർത്തകം, മഹാഭാരതം, ഇവയിലെല്ലാം മനുഷ്യർ ഉപവാസം അനുഷ്ഠിക്കേണ്ടതിനെ കാര്യം പ്രത്യേകത എടുത്തു പറയുന്നുണ്ട്. വിഷ്ണു സ്മൃതിയിൽ നോക്കിയാണെങ്കിൽ ഏകാദശ്യാം പുഞ്ചീത കഥാചിതമി മാനവ, അതായത് ഏകാദശി വ്രതം മനുഷ്യൻ ഒരിക്കലും ഭക്ഷിക്കാൻ പാടില്ല എന്നാണ്. അതായത് ഇപ്പൊ നമുക്കിതെല്ലാം എല്ലാവർക്കും ഒന്നും സാധിക്കുന്ന കാര്യമല്ല, അത് കലിയുഗമല്ലേ എന്ന്. അത് പക്ഷെ അതിലെ മർത്യന്റെ ഓരോ മനുഷ്യരുടെ ഓരോ തരത്തിലുള്ള ബോഡി ഇതും ഓരോ തരത്തിലുള്ള ചിന്താഗതിയും ഇതെല്ലാം കൊണ്ട് വ്രതാചരണത്തിന് ഇപ്പൊ വളരെ അത്ര ഒരു പ്രാബല്യം ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. ഇപ്പൊ നമ്മൾ ഏകാദശി ഇന്ന് ഏകാദശി ആണോ എന്ന് ചോദിക്കുന്നവരാണ് അധികം ഭാഗം. പക്ഷെ അവർക്ക് ഏകാദശിയെ പറ്റിയുള്ള ജ്ഞാനം അത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഈ ഏകാദശി വ്രതത്തെ പറ്റി ഒരു അവയർനെസ് ഉള്ളവരായിട്ട്, അതായത് ഒരു ബോധമുള്ളവരായിട്ടുള്ളവർ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് എല്ലാവരുടെയും ഇടയിൽ ഒന്ന് പ്രചരിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. അതിനെ നമ്മളിപ്പോ രുക്മാംഗതന്റെ ചരിത്രം എടുത്താൽ പറയുക, നമുക്ക് രുക്മാംഗതൻ രാജാവ് തന്റെ ഇതില് പെരുമ്പറ കൊട്ടി അറിയിക്കുമായിരുന്നു. അദ്ദേഹം കഠിന ശിക്ഷയാണ് കൊടുത്തിരുന്നത് എന്താ, ഏകാദശി വ്രതം ആചരിക്കാത്ത ജനങ്ങൾക്ക്. അത് അങ്ങനെ അത്രയും കമ്പൽസറി ആക്കി വെച്ചിരുന്ന ഒരു സംഗതിയാണ് ആ രാജ്യത്ത്. അപ്പൊ അതുകൊണ്ടുള്ള ഇതുകളൊക്കെ ചില അദ്ദേഹത്തിന് പലതരത്തിലുള്ള വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നു. എന്താ വിഷമങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഭഗവാന്റെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല ഞാൻ, അതൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. പിന്നെ പക്ഷെ ഏകാദശിയുടെ ഉൽപ്പത്തിയെ പറ്റിയും തത്വാർത്ഥത്തെ പറ്റിയും ഒരു അല്പം സംസാരിക്കാം. അതായത് ഏകാദശിയുടെ ഉൽപ്പത്തി ജനറൽ ആയിട്ട് എല്ലായിടത്തും പറയുന്നത്, നമ്മൾ ഈ ഏകാദശിയുടെ ഉപവാസം അനുഷ്ഠിക്കുന്നതിന്റെ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ്, എല്ലാം ശാസ്ത്രം അനുസരിച്ച് വേണം നമ്മള് കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അപ്പോ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, ശാസ്ത്രമാണ് പ്രമാണമായിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഈ പ്രമാണമായിട്ട് എടുക്കേണ്ട ആ ശാസ്ത്രത്തെ പ്രമാണമാക്കിയിട്ടാകുമ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ഏകാദശി ഉപവാസം അനുഷ്ഠിക്കേണ്ടവരാണ്. അപ്പോ ഈ ഈ പുരാണങ്ങളിൽ പറയുന്നത് മാത്രമല്ല, ശാസ്ത്രവാക്യങ്ങളെ അനുസരിക്കുക എന്നുള്ളത് എല്ലാ സനാതന ധർമ്മികളുടെ ഒരു കടമയാണ്. അപ്പൊ അതനുസരിച്ച് നോക്കുമ്പോൾ നമ്മൾ എല്ലാവരെയും പ്രേരിപ്പിക്കേണ്ടതാണ് ഈ ഏകാദശി ഉപവാസം എടുക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നമുക്ക് അതിനെ ഒരു പ്രേരക ശക്തിയാകാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണെന്ന് വേണം വിചാരിക്കാൻ. പിന്നെ ഈ ഏകാദശിയുടെ ഉൽപ്പത്തിയെ പറ്റിയും തത്വാർത്ഥത്തെ പറ്റിയും ഞാൻ അല്പം പറയാം. ഇതും ഒരു പക്ഷേ മനനമായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടതായിരിക്കും. എന്താ വെച്ചാൽ ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വെച്ചാൽ എല്ലാ ഇതും എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നു പറയാൻ കാരണം. പിന്നെ ഈ മുരൻ എന്ന് പറഞ്ഞ ഒരു അസുരൻ ശിവനെ പ്രസാദിപ്പിച്ച് പല വരങ്ങളും നേടി. അദ്ദേഹം ആ വരത്തിന്റെ മഹിമയില് ദേവന്മാരെയൊക്കെ തോൽപ്പിച്ച് ദേവലോകം പിടിച്ചടക്കി. അപ്പൊ ദേവന്മാരെ പതിവായിട്ട് ചെയ്യുന്ന പോലെ അവർ പോയിട്ട് ഭഗവാൻ വിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. ഇപ്പൊ വിഷ്ണു ഈ മുരനുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. കുറെ കാലം യുദ്ധം ചെയ്തിട്ടും മുരൻ തന്നെയാണ് ജയിച്ചതെന്ന്, അല്ലെങ്കിൽ മുരനെ തോൽപ്പിക്കാൻ മഹാവിഷ്ണുവിന് കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ക്ഷീണം അനുഭവപ്പെട്ട പോലെ അദ്ദേഹം പെട്ടെന്ന് യുദ്ധകളത്തിൽ നിന്ന് പിന്മാറി ഒരു ഗുഹയിൽ പോയി യോഗനിദ്രയിലാണ്ടു എന്നാണ് പറയുന്നത്. അപ്പൊ മുരൻ വിചാരിച്ചു, എന്താ ഈ യുദ്ധകളത്തിൽ നിന്ന് എന്നെ വിട്ട് ഓടി പേടിച്ചിട്ട് പോയതാണോ എന്നുള്ള ഒരു ശങ്കയിൽ അതിനെ പിന്തുടർന്ന് ആ ഗുഹയിൽ പ്രവേശിച്ചിട്ട് ഭഗവാൻ യോഗനിദ്രയിൽ നിന്നാണ് ഭഗവാനെ കണ്ടപ്പോൾ വേറെ ഒന്നും ആലോചിക്കാതെ ഭഗവാനെ വധിക്കാനായിട്ട് വാളോങ്ങുക ചെയ്ത്. അപ്പൊ അങ്ങനെ വാളോങ്ങിയ സമയത്ത് പെട്ടെന്ന് തന്നെ ഭഗവാന്റെ ഒരു ശക്തി രൂപിണി അവിടെ സുന്ദരിയായ ഒരു സ്ത്രീ ആയിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ട് ഈ മുരനെ വധിക്കുന്നു. അപ്പോ ഭഗവാൻ ഈ സമയത്ത് ഇതൊക്കെ ശബ്ദമൊക്കെ കേട്ടിട്ട് ഭഗവാൻ ഒന്ന് ഉണർന്നു നോക്കിയപ്പോ തന്റെ മുൻപിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീ നിൽക്കുന്നു. അപ്പോ നീ ആരാണെന്ന് ചോദിച്ചപ്പോ അഹം ഏകാദാസി, ഞാൻ ഒരു ദാസിയാണെന്ന് അവള് മറുപടി പറയുക. അപ്പൊ ഏകാദാസി എന്ന് പറഞ്ഞാൽ ഏകാശിയായി ലോപിച്ചതാണെന്ന് അങ്ങനെ ഒരു കഥ പറയാറുണ്ട്. അതല്ല, ഈ ദിവസം ഒരു ഏകാദശിയായിരുന്നു. അതായത് ഏകാദശി എന്ന് പറഞ്ഞാൽ ചാന്ദ്രമാസത്തിലെ തിഥിയായിട്ട്, അതായത് കർത്തവാവ് മുതൽ അല്ലെങ്കിൽ അമാവാസി മുതല് 11ാമത്തെ ദിവസമോ അല്ലെങ്കിൽ പൗർണമി മുതല് പൗർണമി മുതൽ 11ാമത്തെ ദിവസവും, അതായത് ശുക്ലപക്ഷ ഏകാദശിയും കൃഷ്ണപക്ഷ ഏകാദശിയും രണ്ടെണ്ണം ഉണ്ടല്ലോ. അപ്പൊ ഈ 11ാമത്തെ ദിവസത്തിനെയാണ് ഏകാദശി. അതുകൊണ്ട് ആ ദേവിക്ക് ഏകാദശി എന്ന പേര് ഭഗവാൻ കൊടുത്തു എന്നുള്ളത് അങ്ങനെയും പറയുന്നുണ്ട്. ഏകാദാസി എന്നാണ് ഏകാദശി വന്നതെന്നും അല്ല, ആ തിഥിയുടെ പേര് കൊണ്ടാണ് ഏകാദശി എന്ന് വന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഏകാദശി ദേവിയോട് ഭഗവാൻ പ്രസന്നനായിട്ട് ചോദിച്ചു, നീ എന്റെ തന്നെ ശക്തിയാണ് എന്ന് അവൾ പറയാണ്. ഞാൻ ഭഗവാൻ അങ്ങയിൽ നിന്നുണ്ടായ അങ്ങയുടെ ശക്തിയാണെന്ന് പറയപ്പോ എന്റെ തന്നെ ശക്തിയാണ്, പക്ഷെ നീ എന്നെ ഇപ്പോ
എന്താ പറയുന്ന ദുർഘടത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ്. എത്ര ആയാസമായിട്ട് നീ എന്നെ ഈ മുരനെ വധിച്ചത്, നിനക്ക് എന്ത് വരം വേണമെന്ന് ചോദിച്ചോളൂ, ആ വരം ഞാൻ നിനക്ക് തരാമെന്ന് പറയുന്നു. അപ്പോ ആ വരം തരാമെന്ന് പറയുമ്പോൾ ദേവി ചോദിക്കുന്നു, ഈ ദിവസത്തിൽ ആരാണോ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്, അതായത് പൂർണ്ണമായിട്ട് ഉപവാസം അനുഷ്ഠിക്കുന്നത്, അവർക്ക് എല്ലാ പാപങ്ങളും നശിച്ച സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകണം എന്നുള്ള വരമാണ് ഏകാദശി ദേവി മേടിക്കുന്നത്. അങ്ങനെയാണ്, അതിൽ പിന്നെയാണ് ഏകാദശി പോപ്പുലർ ആയിട്ട്, അതായത് ജനങ്ങളുടെ ഇടയിൽ പ്രബലമായതെന്നാണ് പറയുന്നത്. ഒരു കാലത്ത് ഏകാദശി ഏകാദശി ഉപവാസം ഇപ്പൊ ധർമ്മച്യുതി വന്ന ഈ കാലത്ത് പലതരത്തിലുള്ള എല്ലാത്തിനും ക്വസ്റ്റ്യൻ ചെയ്യുന്നവരാകുന്ന കാരണം എല്ലാത്തിനും സംശയവും ഇപ്പൊ ഒരു ദിവസം, അതായത് ഉപവസിക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമല്ല, എല്ലാത്തിനെയും ഇത് വാസ്തവമാണ്, ഇതൊന്നും വെറുതെ പറയുന്ന കെട്ടുകഥകളാണെന്നുള്ള രീതിയിൽ വരുന്ന കാരണം ആർക്കും നമ്മൾ പറയുന്നതിൽ അത്ര വിശ്വാസം വരാതെ അവര് ഉപവസിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപവസിച്ചോളൂ, ബാക്കിയുള്ളവരെ ഇത് ഉപവസിക്കുന്നതെന്ന് പറയും, ഇതൊന്നും നമ്മുടെ കർത്തവ്യമല്ല എന്നുള്ള മട്ടില് വിട്ടുപോവുകയാണ്. ഇപ്പൊ ഉപവാസം എന്നുള്ളതിന്റെ തത്വാർത്ഥം പറയുകയാണെങ്കിൽ ഏകാദശ ഇന്ദ്രിയങ്ങളെയും ഉപവസിപ്പിക്കുക. അതായത് നമ്മുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, ഇതിലെല്ലാം കൂടി നമ്മൾ ആഹാരം സ്വീകരിക്കുന്നുണ്ട്. കണ്ണുകൊണ്ടൊക്കെ പലതരത്തിലുള്ള കാഴ്ചകളാണ്, നല്ല കാഴ്ചകളും ചീത്ത കാഴ്ചകളും എല്ലാം കാണും ഇല്ലേ. അതുകൊണ്ട് ആ ഏകാദശ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ നേരെ തിരിച്ചു വിടുക, അതാണ് ഏകാദശി. അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ഈ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം ഭഗവന്മതമാക്കുക. അതായത് അതിനെയാണ് ഉപവാസം, അടുത്തിരിക്കുക, ഭഗവാന്റെ അടുത്തിരിക്കുക. അപ്പൊ എന്താണ് അതുകൊണ്ട് നമുക്ക് ഗുണം വരുന്നത്? ഭഗവത് ഭക്തി വർധനയും മനഃശുദ്ധിയും അതുകൊണ്ട് ലഭിക്കുന്നതാണ് ഇല്ലേ. എന്താ പറയുന്നത്, ഭഗവാന്റെ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ, കണ്ണുകൾ എന്തിനു വേണമാണ്? കണ്ണുകൾ വന്ന് ഭഗവാന്റെ മൂർത്തിയെ കാണാനുള്ളതാണ് കണ്ണുകൾ അല്ലേ. അതുപോലെ കൈകൾ വന്ന് ഭഗവാനെ അർച്ചന ചെയ്യാനായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പൂജ ചെയ്യുക, അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി നൈവേദ്യം പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി വേറെ എന്തെങ്കിലും സേവകൾ ചെയ്യുക. ഇപ്പോ ക്ഷേത്രമാണെങ്കിൽ ക്ഷേത്രം അടിച്ചു വാരി വൃത്തിയാക്കുക. അംബരീഷ ചക്രവർത്തി തെറ്റം പറയും, അദ്ദേഹം മഹാചക്രവർത്തിയാണെങ്കിൽ കൂടെ ആ ക്ഷേത്രങ്ങളെ വൃത്തിയാക്കുന്നതിലൊക്കെ അദ്ദേഹം അധികം എന്തായിരുന്നു, ശ്രദ്ധവാനായിരുന്നു. ഭഗവാനിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ. രാജ്യഭരണത്തിൽ കൂടി അദ്ദേഹത്തിന് അത്ര ശ്രദ്ധയില്ലാത്ത കൊണ്ടാണ് ആ അംബരീഷ ചക്രവർത്തിയെ എന്തെങ്കിലും രാജ്യത്തെ ആരെങ്കിലുമായിട്ട് ഭഗവാൻ തന്നെ കനിഞ്ഞു നൽകിയാണ് സുദർശന ചക്രം. അങ്ങനെ കാലത്ത് ആചരിച്ചിരുന്നത്. അതായത് രാജാവ് ആചരിക്കുമ്പോൾ പ്രജകൾ ആചരിക്കുമല്ലോ, അങ്ങനെയാണ്. അതായത് സ്വയം കാണിച്ചു കൊടുക്കുക, അത് അവർ ഫോളോ ചെയ്തില്ലെങ്കിൽ ഒരു മാതിരി എന്താ പറയുക, കർക്കശമായിട്ട് കൊണ്ടുവന്ന് എല്ലാവരും ഏകാദശി ഉപവാസം എടുപ്പിച്ചിരുന്നത്. ഇങ്ങനെ ഈ ഉപവാസം, അതിപ്പോ നമ്മൾ ഈ ഉപവാസത്തിന് ഇത് പറയുമ്പോൾ എന്താ പറയുക, ഈ ഭട്ടതിരി പറയുന്നുണ്ട് നാരായണീയത്തില്, എന്താണ്, കൈകൾ കൊണ്ട് ഭഗവാനെ ചരണയുഗ്മം ഭവൽ ക്ഷേത്ര പ്രാപ്തോ കരമം വിജതേ പൂജന വിധോ പവൻമൂർത്തിയാലോകേ നയനം അധതേ പാദതുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണവിധേ ചാരുചരിതേ. അതായത് കാലുകൾ വന്ന ഭഗവത് ക്ഷേത്രത്തെ നടക്കാനായിട്ട്, കൈകൾ ഭഗവാന്റെ പൂജ ചെയ്യാനായിട്ട്, കണ്ണുകൾ ഭഗവാന്റെ മൂർത്തികളെ കാണാനായിട്ട്, അതുപോലെ തന്നെ നാസിക എന്തിനാണ്, ഭഗവാന്റെ പാദങ്ങളിലെ പുഷ്പങ്ങൾ, ഇവിടെ പറയുന്ന തുളസിയെ മണക്കാനായിട്ട്, അതുപോലെ തന്നെ കാതുകൾ ഭഗവാന്റെ ചരിത്രം കേൾക്കാനായിട്ട്. ഇങ്ങനെയാണ്. അതായത് നമ്മളെ ഓരോ ഇന്ദ്രിയങ്ങളെയും ഭഗവതോന്മുഖമാക്കി വയ്ക്കുക. അതുപോലെ മനസ്സിൽ സച്ചിന്തകളെ കൊണ്ട് നിറയ്ക്കുക. മനസ്സെപ്പോഴും ഭഗവാനെ പറ്റി ചിന്തിക്കുക, നാമം ജപിക്കുക, നാമകീർത്തനം ചെയ്യുക. ഇങ്ങനെ എല്ലാം നമ്മളുടെ മനസ്സ് എപ്പോഴും ഭഗവാനിൽ തന്നെ നിറച്ച് വെക്കുക. ഭഗവാൻ തന്നെ ആയിരിക്കണം നമ്മുടെ മനസ്സിൽ എപ്പോഴും. അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഈ ഏകാദശി. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ ഉദിക്കാത്തുമ്പോൾ മനസ്സ് തന്നെ പരിശുദ്ധമാകുന്നു. ആ പരിശുദ്ധമായ മനസ്സിൽ ഭഗവാൻ പ്രകാശിക്കുന്നു. അതാണ് ഏകാദശിയുടെ പ്രധാന ഒരു ഗുണമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടത്. അതായത് ഇപ്പൊ ഒരുമിച്ച് നമുക്ക് അത് ആദ്യം തന്നെ എല്ലാം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ക്രമേണ നമുക്ക് അതിലേക്ക് വരാൻ പറ്റും. അതുകൊണ്ട് ആരും അതിനെ ഒരു വിഷമമായിട്ട് കണക്കാക്കാതെ ആ വ്രതം ആചരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഈ മാസം 6-ാം തീയതി വരുന്ന ഫാൽഗുന മാസത്തിലെ ഏകാദശിയുടെ പേര് വിജയ ഏകാദശി എന്ന് പറഞ്ഞു. ഇത് എന്താ പറയുക, ഏകാദശി തന്നെ നമുക്ക് പലതരത്തിലുണ്ട്. അതായത് ദശമിയോട് കൂടി ചേർന്നുള്ള ഏകാദശി, അതിനെ പൂർവ്വവിധ ഏകാദശി എന്ന് പറയുന്നു. ആ പൂർവ്വവിധ ഏകാദശി അനുസരിച്ച് ദശമിയുടെ സ്പർശമുള്ള കാരണം ആ ഏകാദശി വർജ്യമായിട്ട് കണക്കാക്കുന്നു. വർജ്യമായിട്ട് കണക്കാക്കാൻ പ്രധാനമായിട്ടുള്ള വൈഷ്ണവർ അതിനെ വർജിക്കുന്നു. പ്രധാനമായിട്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ ഈ പൂർവ്വവിധ ഏകാദശി ആചരിച്ചാൽ അവരിൽ ആസ്തിക ഗുണം കൂടാൻ ചാൻസ് ഉണ്ട്. ഇത് ഭഗവാൻ തന്നെ അസുരന്മാരോട് പറഞ്ഞു, ഈ ഏകാദശി ആചരിച്ചാൽ മതി നിങ്ങളെന്ന്. അതായത് അവർക്ക് സൽഗുണങ്ങൾ അധികം ഉണ്ടാകാനുള്ള
ഇതില്ലാതെ ഇരുന്ന് പോകുന്ന പോലെയായി അത് പൂർവ്വവിധേയ. ബിക്കോസ് അസുരന്മാരുടെ സ്വഭാവം അങ്ങനെയാണ്, ആസുരിക സ്വഭാവം. അപ്പൊ ആ സ്വഭാവത്തിനോട് ചേർന്നായിട്ടുള്ള ഒരു ഏകാദശിയാണ് ഈ പൂർവ്വവിധ ഏകാദശി. അതുകൊണ്ടാണ് സാധാരണ വൈഷ്ണവർ ഈ പൂർവ്വവിധ ഏകാദശി ഉപേക്ഷിച്ചിരിക്കുന്നത്. പിന്നെ ഒന്നുള്ളത് സർവ്വ ഏകാദശി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ പൂർവ്വവിധ ഏകാദശി സർവപക്ഷ ഏകാദശി എന്നൊരു പേരുമുണ്ട്. പിന്നെ ഈ ദശമി സ്പർശം ഇല്ലാത്ത ഏകാദശിനെ പർവിധ ഏകാദശി എന്ന് പറയും. അതിന് ആനന്ദ ഏകാദശി എന്നൂടെ അതിനൊരു പേരുണ്ട്. ഈ പർവിധ ഏകാദശിയാണ് സാധാരണ വൈഷ്ണവരെല്ലാം ആചരിക്കുന്നത്. എങ്കിലും ചില വൈഷ്ണവർ ഈ വ്രതം ഈ മാസം 7-ാം തീയതിയാണ് ആചരിക്കേണ്ടതെന്ന് പറയുന്നു. ഇതിന് എന്താ പറയുന്നത്, ഇതിൽ അതായത് എപ്പോഴും 2 പക്ഷം വരുമല്ലോ. ഈ വൈഷ്ണവ ഏകാദശി തന്നെ, അതായത് 6-ാം തീയതി ആചരിക്കാം, 7-ാം തീയതി ആചരിക്കാം. 6-ാം തീയതി നവമി സ്പർശമില്ല, പക്ഷെ 7-ാം തീയതി 6-ാം തീയതി ദശമി സ്പർശമില്ല, പക്ഷേ പിന്നെ 6-ാം തീയതി ആചരിക്കുന്ന പകരം അതിനെ 7-ാം തീയതി ആചരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ചില എന്താ പറയുക, ചില ഗ്രൂപ്പുകളുമുണ്ട്. അപ്പൊ ഇപ്പൊ പിന്നെ ഇത് കൂടാതെ വേറൊരു ഏകാദശിയുള്ളത് ത്രിസ്പർശ ഏകാദശി. ത്രിസ്പർശ ഏകാദശി എന്ന് വെച്ചാൽ ഏകാദശി ദിവസം ഏകാദശിയും അല്പം ഏകാദശിയുണ്ട്, ദ്വാദശിയുണ്ട് പൂർണ്ണമായിട്ട്, പിന്നെ ത്രയോദശിയും വരുന്നു. ഈ ഏകാദശി അനുഷ്ഠിച്ചാൽ 1000 ഏകാദശി അനുഷ്ഠിച്ച ഫലമാണെന്നാണ്. അപ്പൊ എപ്പോഴെങ്കിലും നമുക്കൊരു ത്രിസ്പർശ ഏകാദശി അനുഷ്ഠിക്കാൻ കാരണം കിട്ടിയാൽ, അല്ലെങ്കിൽ നമുക്കൊരു യോഗം കിട്ടിയാൽ അത് വളരെ വളരെ ഫലപ്രദമാണ്. ഒരു ഏകാദശി എടുത്താൽ മതി, 1000 ഏകാദശിയുടെ ഫലമാണെന്നാണ് ആ ത്രിസ്പർശ ഏകാദശിയുടെ കാര്യം പറയുന്നത്. പിന്നെ ഈ വിജയ ഏകാദശിയുടെ പിന്നാലെ ഒരു കഥയുണ്ട്. ഇത് എന്താ പറയുന്നത്, ഈ ശ്രീരാമചന്ദ്ര സ്വാമി വനവാസകാലത്ത് ഈ സീതാപഹരണത്തിന് ശേഷം ഈ വാനരസേനയോട് കൂടി സമുദ്രതീരത്ത് വന്നു, ഇല്ലേ? സമുദ്രതീരത്ത് വന്ന് ലങ്കയിലേക്ക് കടക്കണം. രാവണനെ തോൽപ്പിച്ച് സീതയെ വീണ്ടെടുക്കണം. അങ്ങനെയുള്ള ഒരു സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു മൗഢ്യം വന്നു. എങ്ങനെയാ സമുദ്രത്തിന് മുമ്പിൽ പോയി ഈ വാനരസൈന്യമായിട്ട് ഞാൻ എങ്ങനെയാണ് ഈ സമുദ്രം കടക്കുന്നത്? അപ്പൊ അദ്ദേഹം വളരെ ഒരു ചിന്താകുലനായിട്ട് നിൽക്കുമ്പോൾ ലക്ഷ്മണസ്വാമി പറയും, ഇവിടെ അടുത്ത് ബഗ്ദാല മഹർഷി എന്നൊരു മഹർഷി തപസ് ചെയ്യുന്നുണ്ട്, അങ്ങ് അദ്ദേഹത്തോട് പോയി ചോദിക്കൂ, അങ്ങ് സർവജ്ഞനാണല്ലോ, എന്നിട്ട് എന്താണ് ഇങ്ങനെ ഇത് വരുന്നത്? ഏതായാലും അദ്ദേഹത്തോട് പോയി ചോദിക്കൂ, അദ്ദേഹം പറയുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാമെന്ന് പറയും. അപ്പൊ ബഗ്ദാല മഹർഷിയെ പോയി കാണുമ്പോൾ മഹർഷി പറയും, ഈ വിജയ ഏകാദശിയാണ് ഇനി വരുന്നത്, ഈ ഫൽഗുന മാസത്തിലെ വിജയ ഏകാദശി ആഘോഷിച്ചാൽ അങ്ങ് അതിനെ ആ വ്രതം എടുക്കണം, ആ വ്രതം അങ്ങ് എടുത്തു കഴിഞ്ഞാൽ അങ്ങേക്ക് വിജയം സുനിശ്ചയമാണെന്ന് പറയും. അപ്പൊ അങ്ങനെ ഈ വിജയത്തിന് വേണ്ടി, അതായത് ഈ പിന്നെ രാവണനെ ജയിക്കാൻ വേണ്ടിയും ഈ പിന്നെ ചിറകെട്ടി കടന്ന് ഈ അക്കരെ പോകാനായിട്ടും, അതായത് വിജയത്തിന് വേണ്ടിയിട്ടാണ് ഈ ഏകാദശി സാധാരണ എല്ലാവരും ഈ ഏകാദശി ഉപവാസം, ഈ ഏകാദശി വ്രതം എടുക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാല് എന്താ പറയുക, ശത്രുനാശം നമുക്ക് തീർച്ചയാണ്. അതേമാതിരി സർവ്വകാര്യങ്ങളിലും പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ വിജയിക്കാനുള്ള സാധ്യത, ഇങ്ങനെ പല കാര്യങ്ങളിലും ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന വിജയത്തിന് കാരണമാകുന്നുള്ളത് ശ്രീരാമചന്ദ്ര സ്വാമിയുടെ എക്സാമ്പിൾ കൂടി, അതായത് ഉദാഹരണത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. ഈ കഥ വരുന്നത് ആക്ച്വലി മഹാഭാരതത്തിലെ ഒരു കഥയാണ്. അത് ശരിക്ക് ഉപദേശിക്കുന്നത് പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടാണ്? നാരദ മഹർഷിയോട് ബ്രഹ്മാവ് ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്ത കഥയാണിതെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ വിജയ ഏകാദശിയുടെ കഥ. പിന്നെ എങ്ങനെയാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നതൊക്കെ നമുക്ക് അല്പം നോക്കാം. ഈ ആക്ച്വലി ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ ദശമി ഒരിക്കലും, അതേമാതിരി ദ്വാദശിയും ഒരിക്കലാണ്. അതായത് ഓരോ നേരം മാത്രം ഭക്ഷണം കഴിക്കുക. അന്ന് പക്ഷെ അന്നഭക്ഷണം കഴിക്കാൻ വിരോധമില്ല, പക്ഷെ ഒരു നേരം മാത്രം കഴിക്കുക. പക്ഷെ ദശമി അന്ന് കഴിയുന്നത്ര നമ്മൾ 6 മണി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. അപ്പോഴാണ് നമുക്ക് 36 മണിക്കൂർ നേരത്തെ ഉപവാസം ഒരുമിച്ച് കിട്ടും. ഈ 36 മണിക്കൂർ നേരം ഉപവാസം എടുത്താല് അതിനുള്ള ആരോഗ്യകരമായ പല ഗുണങ്ങളും ഉണ്ടെന്ന് നമ്മുടെ ഈ ഗവേഷകന്മാർ തെളിയിച്ചിട്ടുണ്ട്. അത് കാരണമാണ് അങ്ങനെ പറയുന്നത്. എന്നാൽ നമുക്ക് നോക്കാം, അല്ല ഞാനിപ്പോ നിങ്ങളോട് പറയാനുള്ള കാരണം. അല്ലെങ്കിൽ ശാസ്ത്രവിധി അനുസരിച്ച് ഈ 36 മണിക്കൂർ നേരത്തെ ഉപവാസത്തിന് പല ഇത് ചെയ്യേണ്ടത് ദശമി എന്ന ഒരിക്കലിരിക്കാന്ന് പറയും. ദശമി എന്ന ഒരിക്കലിരിക്കാന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഭക്ഷിക്കാതിരിക്കണം. ശരിക്കും പറഞ്ഞാൽ രാത്രി 6 മണിക്ക് മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അടുത്ത ദിവസം 6 മണിയിൽ നിന്നാണ് ഏകാദശി തുടങ്ങുന്നത് വെച്ചാൽ അടുത്ത ദിവസം 6 മണി വരെ ഏകാദശി ഉപവാസം. പിന്നെ അത് കഴിഞ്ഞ് പാരണയുടെ സമയമുണ്ട്. പാരണയുടെ മുഹൂർത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രാവശ്യം നമുക്ക് പാരണ സമയം വരുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ അത് 6-ാം തീയതി ഏകാദശി എടുക്കുകയാണെങ്കിൽ, അതായത് ഹരിവാസര സമയത്ത് ഒരിക്കലും പാരണ വീട്ടാൻ പാടില്ല എന്ന് പറയും. ഹരിവാസരം എന്ന് പറയുന്നത് ഏകാദശിയുടെ അവസാനത്തെ 15 നാഴികയും
ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും, അതാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഈ ഹരിവാസര സമയത്ത് ഒരിക്കലും പാരണ വീട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ഹരിവാസരം കഴിയുമ്പോഴേക്കും പിന്നെ ഈ 7-ാം തീയതി കുറച്ച് സമയം കൂടെ വൈകുന്നുണ്ട്. ഇനി അത് നമ്മുടെ ഗ്രൂപ്പിൽ ഇടുമെന്ന് വിചാരിക്കുന്നു എക്സാക്ട്ലി എത്രയാ സമയം എന്ന്. ഞാൻ എവിടെയോ നോക്കിയപ്പോൾ കണ്ടത് 1 മണിക്ക് ശേഷമാണ് അന്ന് പാരണ വിടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് വാസ്തവമാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഏതായാലും പിന്നെ അന്ന് നമുക്ക് പിന്നെ ഏകാദശി അന്ന് ശുദ്ധവാസം കഴിയാത്തവർക്ക് പിന്നെ എന്താ പറയുക, എല്ലാവർക്കും കംപ്ലീറ്റ് ആയിട്ട് ഉപവാസിക്കാൻ പറ്റില്ലായിരിക്കും. വെച്ചാൽ അവരവരുടെ ദേഹസ്ഥിതി അനുസരിച്ചും പിന്നെ മനസ്സിന്റെ ഇതിപ്പോ ഞാൻ വെച്ചാൽ ഡയബറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ട് അവരൊക്കെ പറയും, അവർക്ക് മനസ്സുകൊണ്ട് പേടിയാണ്. അപ്പൊ നമ്മൾ എന്ത് വേണ്ടതെന്ന് അറിയാൻ ഞാനൊരു 1-2 ചെറിയ ടിപ്സ് തരാം. എന്തായാലും നമ്മൾ ഉപവസിക്കാനായിട്ട് അതിന് സഹായിക്കുന്നതായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനും അങ്ങനെ ഒരുപാട് അങ്ങനെ പിന്നെ കംപ്ലീറ്റ് ഉപവാസം എടുക്കുന്ന ആളല്ല. എന്തെങ്കിലും ഫലമോ ഭക്ഷണമോ പാലോ എന്തെങ്കിലും കുടിക്കാറുള്ളതുകൊണ്ട്. അപ്പോ ഈ ഒന്നും കഴിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മനസ്സുകൊണ്ട് തന്നെ തലേദിവസം തന്നെ നമ്മളെ മനസ്സുകൊണ്ട് ദശം ദിവസം തന്നെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുക, നാളെ ഏകാദശിയാണ്. ഈ മനസ്സാണ് എല്ലാത്തിനും കാരണം, അല്ലെ? മനം ഏവ മനുഷ്യാണാം സുഖദുഃഖയോ എന്ന് പറയും. സുഖത്തിനും ദുഃഖത്തിനും നമ്മുടെ എല്ലാ തരത്തിലുള്ള വിഷമങ്ങൾക്കും കാരണം നമ്മുടെ മനസ്സ് തന്നെയാണ്. അപ്പൊ മനസ്സിനോട് നമ്മൾ പറഞ്ഞ് ശീലിപ്പിക്കുക, നാളെ ഏകാദശിയാണ്, നാളെ ഭക്ഷണം വേണമെന്ന് ചിന്തിക്കാൻ പാടില്ല. എന്താ വെച്ചാൽ നാളെ ഏകാദശിയാണ്, നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ജീവൻ അതിന്റെ സ്ഥാനത്തെ പ്രാപിക്കാനായിട്ടാണ്. അതായത് പിന്നെ ജീവന്റെ ഉദ്ദേശം എന്താണ്? മുക്തി, അല്ലേ? ആ ജീവൻ എന്താ, നമ്മൾ ഈ ശരീരമാണെന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് ആകെ എല്ലാം വിശപ്പും ദാഹവും എല്ലാം ഉള്ളത് തോന്നുന്നത്. അപ്പൊ ഞാൻ ഈ ശരീരമല്ല, അതുകൊണ്ട് നീ എന്നെ പ്രേരിപ്പിക്കാൻ പാടില്ല. എനിക്ക് എന്റേതായ ആ ഒറിജിനൽ സ്ഥാനത്തേക്ക് ചെന്ന് ചേരണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. എന്റെ പരമപദത്തെ പ്രാപിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് സഹായിക്കുന്നതാണ് ഈ ഏകാദശി. എന്റെ പാപങ്ങളെല്ലാം അതുകൊണ്ട് നശിക്കും. അതുകൊണ്ട് എനിക്ക് എതിരായിട്ട് നിൽക്കാൻ പാടില്ല എന്നുള്ള മനസ്സിനെ പറഞ്ഞ് ചിന്തിപ്പിക്കുക. അതുപോലെയാണ് ഇപ്പൊ എന്താ പറയുക, ഇത് എന്തെങ്കിലും മന്ത്രം ജപിക്കാന്ന് പറഞ്ഞത്, ഇതില് നമ്മുടെ ഒരു മകളെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വിശ്വാമിത്രൻ പറഞ്ഞു കൊടുത്ത ബല അതിബല മന്ത്രം ജപിച്ചാണ് ഞാൻ ഏകാദശി എടുക്കുന്നത്. ഇതെല്ലാം മനസ്സിന്റെ ഒരു ഇതാണ്. അത് മന്ത്രം എന്താണെന്ന് എനിക്ക് അതിൽ പറഞ്ഞിട്ടില്ല, വിശ്വാമിത്ര മഹർഷി പറഞ്ഞിട്ടുമില്ല. ബലയും അതിബലയും ജപിച്ചോളാൻ പറഞ്ഞു. ഈ ശ്രീരാമചന്ദ്ര സ്വാമിക്ക് ലക്ഷ്മണസ്വാമിയും കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇവർ ചെറിയ കുട്ടികളാണ്, അവർക്ക് വിശപ്പും ദാഹവും അറിയാതിരിക്കാനായിട്ട് ഈ മന്ത്രം ഉപദേശിക്കുന്നതെന്ന് പറയും. അപ്പൊ ഈ മന്ത്രം ഉപദേശിച്ച് കൊടുത്തു എന്നല്ലാതെ അതിന്റെ പേരും എതയോ അല്ല. പക്ഷെ എന്താണ് മന്ത്രം എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ കുട്ടി പറഞ്ഞത് വിട്ടിരുന്ന പോസ്റ്റിൽ എന്താ പറഞ്ഞത്? ഞാൻ ഏകാദശി എടുക്കുന്നത് ബലയും അതിബലയും. അതെന്താണ്? മനസ്സിനെ കയ്യിൽ കിട്ടുക. മനസ്സിലെ കയ്യിൽ കിട്ടാനുള്ള ഓരോരോ മാർഗങ്ങളാണിത്. അപ്പൊ അതുപോലെ നമ്മളും നാമജപത്തിൽ കൂടിയോ അല്ലെങ്കിൽ മനസ്സിനോട് തിരിച്ച് പറഞ്ഞ് അങ്ങനെ നമുക്ക് ഇത് ചെയ്യാം. പിന്നെ രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം എന്താണ്? മനസ്സിനെ നിയന്ത്രണത്തിൽ വരുത്തി കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ വിശപ്പ് അല്ലെങ്കിൽ നമുക്കുള്ള പ്രാണൻ കിട്ടുന്നത് എവിടെ നിന്നാണ്? ശരിക്കുള്ള എനർജി, പ്രാണിക് എനർജി കിട്ടുന്നത് നമ്മുടെ പിന്നെ ഭക്ഷണത്തിൽ നിന്നാണ്, അല്ലെ? ഭക്ഷണത്തിൽ കൂടിയും നമ്മൾ കഴിക്കുന്ന പിന്നെ എന്താ പറയുന്ന പാനീയങ്ങൾ കൂടിയുമാണ്, ഭക്ഷണങ്ങളിൽ നിന്നും പാനീയങ്ങളും കൂടിയാണ് നമുക്ക് ശരീരത്തിന് വേണ്ട ഊർജ്ജം ലഭിക്കുന്നത്. പക്ഷേ ഈ പിന്നെ നമ്മുടെ ചുറ്റിലും ഈ പ്രാണിക് എനർജി എല്ലാ എലിമെന്റ്സിലും, പഞ്ചഭൂതങ്ങളിലും പ്രാണിക് എനർജി ഉണ്ട്. അതാ പഞ്ചഭൂതങ്ങൾ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. പിന്നെ ഭൂമി, ജലം, അഗ്നി, വായു, പിന്നെ സ്പേസ്, അതെങ്കിൽ പിന്നെ ആകാശം. ഇങ്ങനെ ഈ 5 പഞ്ചഭൂതങ്ങളിലും പ്രാണിക് എനർജി എന്ന് പറയുന്ന ഈ എനർജി ഉണ്ട്. അതായത് പ്രാണൻ ഉണ്ട്. ആ പ്രാണ ഊർജം എല്ലാത്തിലും ഉണ്ട്. പ്രാണനാണ് നമ്മളെ നമ്മുടെ എല്ലാം എന്താ പറയുന്ന, ഒരു കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന പിന്നെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ടോ? ശ്വാസോച്ഛ്വാസം നിന്നാ പ്രാണൻ നിലച്ചു എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പൊ ആ പ്രാണന് അത്ര ഇമ്പോർട്ടൻസ് ആണ്. ആ പ്രാൺ എന്ന് പറഞ്ഞാൽ വൈറ്റൽ ഫോഴ്സ്. അതാണ് നമ്മുടെ ശരീരത്തിന്റെ വിവിധ കോശങ്ങളിലേക്ക് ഈ പിന്നെ വേണ്ട ഓക്സിജൻ വഴി ഈ ആഗിരണം ചെയ്ത പാനീയങ്ങൾ, അന്നപാനീയങ്ങളുടെ എല്ലാം ഈ രസം എത്തിക്കുന്നതാണ്, ഇല്ലേ? അപ്പൊ അതിൽ കൂടെയാണ് അവയെല്ലാം പുഷ്ടിപ്പെടുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഈ പ്രാണിക് എനർജി നമുക്ക് എന്തിൽ കൂടിയെല്ലാം ലഭിക്കും? ഈ ഭക്ഷണത്തിൽ കൂടി ലഭിക്കുന്നതാണ് സാധാരണ ഈ എർത്ത് എലിമെന്റ് എന്ന് പറയുന്നത്, ഭക്ഷണത്തിൽ കൂടി ലഭിക്കുന്നത്. പിന്നെ ജലത്തിൽ കൂടി ലഭിക്കുന്നതാണ് ഈ പാനീയങ്ങളെല്ലാം. അതേപോലെ നമുക്ക് അഗ്നി, അത് സൂര്യപ്രകാശത്തിൽ നിന്നും ഈ പ്രാണിക് എനർജി എടുക്കാം. അതുപോലെ തന്നെ വായുവിൽ നിന്നും ഈ പ്രാണിക് എനർജി, അതായത് പ്രാണായാമം വഴി. അതുപോലെ സൂര്യപ്രകാശം തട്ടുക, കുറച്ചു നേരമെങ്കിലും സൂര്യപ്രകാശം തട്ടാൻ ഇടവന്നാല് നല്ല സൂര്യപ്രകാശം കൊള്ളുക. അതുപോലെ തന്നെ പിന്നെ പ്രാണായാമം ചെയ്യുക. പ്രാണായാമം ചെയ്യുക എന്ന് വെച്ചാൽ പ്രാണന്റെ ആ ഒരു നിയന്ത്രണം, അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസം
ഈ 3 or 4 പ്രാവശ്യം പ്രാണായാമം ചെയ്യുകയാണെങ്കിൽ, അത് എസ്പെഷ്യലി അത് ഏകാദശി ദിവസം ചെയ്യാം. നമുക്ക് സാധാരണ പ്രാണായാമം ചെയ്യാൻ നിയമങ്ങളൊക്കെ ഉണ്ട്. ഇത് എന്താ പറയുക വെച്ചാൽ, നമുക്ക് പിന്നെ വെയിറ്റിൽ ആഹാരമൊന്നും ഒരിക്കലും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് പിന്നെ എനർജി എപ്പോ ലോ ആണെന്ന് തോന്നുന്നോ അപ്പോഴെല്ലാം നമ്മൾ ഒരു 10 or 15 പ്രാവശ്യം ഈ ശ്വാസത്തിലെ ഒരു പ്രാണായാമം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ വിശപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണല്ലോ ഈ സാധാരണ. അതേപോലെ ഈ പിന്നെ മനസ്സിലെ ചിന്തകളെ നിയന്ത്രിച്ച്, അതാണ് ആകാശം വഴി, ആകാശത്തിൽ, അതായത് 5ാമത്തെ എലിമെന്റായ ആകാശം, അതിന്റെ ഇതെന്താണെന്ന് വെച്ചാൽ മനസ്സിനെയാണ് അത് സ്വാധീനിക്കുന്നത്. അപ്പൊ ആ മനസ്സിലെ ചിന്തകൾ വഴി അത് പിന്നെ നമുക്ക് ഈ ഭക്ഷണത്തോടുള്ള പിന്നെ എന്ത് വെച്ചാൽ കഴിക്കാൻ പാടില്ലാത്ത ദിവസം കൂടുതൽ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാതിരിക്കാനുള്ള ഒരു മാർഗമാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ നമ്മൾ ഭക്ഷണത്തെ പറ്റി കൂടുതൽ ചിന്തിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ പ്രാണിക് എനർജി, അല്ല ഊർജം, നമുക്ക് വേറെ സ്രോതസ്സുകളിൽ നിന്ന് നമ്മൾ ഊർജത്തെ ആഗിരണം ചെയ്യണം. അതായത് പ്രാണായാമം വഴിയോ അല്ലെങ്കിൽ സൂര്യപ്രകാശം, അതിൽ പ്രാണായാമത്തിൽ കൂടിയും ആകാം, പിന്നെ സൂര്യപ്രകാശത്തിൽ കൂടിയും ആകാം, പിന്നെ സൽചിന്തകളിൽ കൂടിയും ആകാം. സൽചിന്തകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത് എന്താ വെച്ചാല്, ഈ ഹരികഥ കേൾക്കുക. അതായത് ഭഗവാന്റെ ചരിത്രത്തെ നമ്മൾ ആരെങ്കിലും കീർത്തിച്ചുകൊണ്ടിരിക്കുക, അത് നമ്മൾ കേൾക്കുക. അപ്പൊ ആ ഭഗവത് ചരിത്രമാകുന്ന അമൃതത്തെ പാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമുക്ക് വിശപ്പോ ദാഹമോ ഭയമോ മോഹമോ ക്രോധമോ ഒരു തരത്തിലുള്ള വികാരങ്ങളും ഉണ്ടാകില്ല. ഇതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ശ്രോതാവായ പരീക്ഷിത്ത് മഹാരാജാവ്. അത് 7 ദിവസം ഭാഗവതം കേൾക്കുന്നത് എങ്ങനെയാണ്? അന്നപാനാദികളൊന്നുമില്ലാതെയാണ്. അതായത് പ്രായോപവേശം ചെയ്യാനായിട്ടാണ് അദ്ദേഹം ഗംഗാതീരത്ത് പോയി ഇരിക്കുന്നത്. ഒന്നും കഴിക്കാതെ 7 ദിവസം ഇരിക്കുക. ഇതുപോലെ വേറെ ഒന്നുമില്ല. ഈ എപ്പോഴും എന്താണ് ചെയ്യുന്നത്? ഭഗവാന്റെ കഥയാകുന്ന അമൃതത്തെ 2 കാതുകളിലും കൂടി പാനം ചെയ്യുക. പാനം ചെയ്യാന്ന കാതുകളിൽ കൂടി കേൾക്കുന്നതിനെ പാനം ചെയ്യാന്ന് ഇവിടെ പറയുന്നത്. കാതുകളിൽ കൂടി അദ്ദേഹം സ്വീകരിക്കുകയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ശുഖബ്രഹ്മർഷി ചോദിക്കും, അങ്ങക്ക് തളർച്ചയുണ്ടോ, വിശപ്പുണ്ടോ, ദാഹമുണ്ടോ? അപ്പോ എപ്പോഴെല്ലാം പറയുന്നത് എന്താണ്? എനിക്ക് യാതൊരു ഒരു വിധത്തിലുള്ള വിഷമങ്ങളും ഇല്ല. ഞാൻ കുടിക്കുന്നത് ഭഗവാന്റെ കഥകളാണ്. ആ അമൃത പീയൂഷം, ആ അമൃതമാകുന്ന ആ കഥകളിലെ കേട്ട് എന്റെ കർണങ്ങൾ ഇങ്ങനെ അതിനെ കുറിച്ച് എന്റെ ഹൃദയം അങ്ങനെ ആനന്ദത്തിൽ തുന്തുലമായിരിക്കുകയാണ്. അപ്പൊ എന്താ പറയുന്നത്? നമ്മൾ സൽചരിത്രങ്ങൾ, അതായത് സൽക്കഥകൾ, അതായത് സത്സംഗത്തിൽ ഇരുന്നാൽ ഒരിക്കലും വിശപ്പും ദാഹവും അറിയില്ല. അതെന്താ വെച്ചാൽ അത് നമ്മുടെ മനസ്സ് മുഴുവൻ വേറൊരു സ്ഥലത്താണ്. ആ ഭഗവാനിലാണ് നമ്മുടെ മനസ്സ്. അപ്പൊ നമ്മളെ മനസ്സിനെ ഭഗവന്മുഖമാക്കുകയാണെങ്കിൽ നമുക്ക് ഏകാദശം ഉപവസിക്കാൻ ഒട്ടും തന്നെ വിഷമം ഉണ്ടാകില്ല എന്നുള്ളതാണ് എൻ്റെ തോന്നല്. അപ്പൊ ഇത് ഒരു ഏകാദശി എങ്ങനെ ഉപവാസം എടുക്കണം എന്നുള്ളതിന് ഒരു ടിപ്സ് ആയിട്ട് ഇത് പറഞ്ഞതാണ്. അപ്പൊ ആരോഗ്യപരമായിട്ട് പറഞ്ഞ നമ്മളിപ്പോ ശരീരത്തിലെ ടോക്സിനെ മാറ്റുന്നു പറയും. അതായത് പിന്നെ ഒരുപാട് മാലിന്യങ്ങൾ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നുണ്ട്. ഈ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് തന്നെയാകും ഈ സ്രോതസ്സുകൾ, അതായത് ഈ നാഡികളെല്ലാം പിന്നെ ക്ലോഗ് ആയി പോകുന്നു. ക്ലോഗ് ആയി പറഞ്ഞാൽ അതിൽ കൂടി പിന്നെ ഓക്സിജൻ കൂടി ശരിക്കും കടന്നു പോകാൻ പറ്റാത്ത വിധത്തില് അത് ഇതായി പോകുന്ന കാരണം നമുക്കറിയാം. ആക്ച്വലി എവിടെയെങ്കിലും ഒരു വേദന വന്നാൽ അതിന്റെ പ്രധാന കാരണം എന്താണ്? വായു സഞ്ചാരം ഇവിടെ ശരിയായിട്ടില്ല. അപ്പോൾ വായു ശരിയായിട്ട് കടന്നു പോകണമെങ്കിൽ ആ സ്രോതസ്സുകളെല്ലാം ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതില്ലാത്ത കാരണമാണ് ഈ പെയിൻ ആയിട്ട് ആ സ്ഥലത്ത് ഒരു വേദന ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. എവിടെ വേദന അനുഭവപ്പെടുന്നോ തീർച്ചയായിട്ടും അവിടെ ഒരു ചെറിയ ഒരു ഏതെങ്കിലും ഒരു നാഡികൾക്ക് കുറച്ചെങ്കിലും ഒരു നാഡി അല്ലെങ്കിൽ ആ സ്രോതസ്സിന് എന്തെങ്കിലും ഒരു ചെറിയ ഒരു തടസ്സം ഉണ്ടായിരിക്കും. അതാണ് പ്രധാനമായിട്ട്. അത് വലിയ നാഡികളിലായിട്ട് വരുമ്പോഴാണ് നമുക്ക് അത് ഹാർട്ട് ബ്ലോക്ക് ആയിട്ടും ഹാർട്ട് അറ്റാക്ക് ആയിട്ടും ഒക്കെ വരുന്നത്. പക്ഷെ ഈ സാധാരണ ഇതിനെയെല്ലാം ഈ സ്രോതസ്സുകളെ തുറക്കാനുള്ള കഴിവ് ഈ ഉപവാസനത്തിനുണ്ടെന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, മനുഷ്യൻ എപ്പോഴും ആ ശരീരതലത്തിൽ നിൽക്കുന്ന ആളാണ്. നമ്മളെ പോലെയുള്ളവരെല്ലാം നമ്മളെല്ലാം മർത്യരാണ്, നമുക്ക് മരണഭയമുണ്ട്, നമ്മളെല്ലാം ശരീരത്തിന്റെ തലത്തിലാണ്. ഞാൻ ഈ ശരീരമാണെന്ന് വിചാരിക്കുന്നവരാണ് അല്ലേ? മിക്കവാറും ഞാൻ ഉൾപ്പെടെ എല്ലാവരും അതെ. എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം, ഞാൻ ഈ ശരീരമല്ല, ഞാൻ നിത്യശുദ്ധ ബുദ്ധസത്വമായ ആത്മസ്വരൂപമാണ്, അല്ലെങ്കിൽ ജീവനാണെന്നുള്ളത് നമ്മൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കുറച്ചൊക്കെ ശരി ഒരു ബോധം വരും. എന്നാലും പിന്നെയും പഴയപടി എവിടെയെങ്കിലും വേദന വന്നാൽ അയ്യോ എന്റെ ശരീരത്തിന് വേദന എന്നേ നമ്മൾ പറയുള്ളൂ അല്ലേ? അപ്പൊ അത് നമ്മൾ ഈ ശരീരതലത്തിൽ നിന്നും അധികം മുമ്പ്, അതുകൊണ്ടാണ് ഈ മർത്യൻ എന്ന് പറയുമ്പോൾ മൃത്യുഭയമുള്ളവനാണ് മർത്യൻ. അപ്പൊ ഈ അങ്ങനെയുള്ളവരെ എപ്പോഴും ഈ മൃത്യു, അതായത് നമ്മുടെ ലോഞ്ചിവിറ്റി, നമ്മുടെ ഈ ആയുസ് എങ്ങനെ നീട്ടി കിട്ടും, ഇതിനുള്ള ഗവേഷണങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരുപാട് നടക്കുന്നുണ്ട്. ഇതിലെ ഒരു ഘടകമാണ് ഉപവാസത്തിന്റെ ഫലം എന്താണെന്നത്. അപ്പൊ അവര് കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ഉപവാസം കൊണ്ട് ഈ പിന്നെ ഈ എന്താ പറയുക, ഈ കോശങ്ങൾ വിഭജിക്കുമ്പോൾ ഈ DNA-യുടെ ഒരു ഭാഗം, DNA എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ ഫിസിക്കൽ ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന പാർട്ടിനെയാണ് DNA എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഭാഗം നഷ്ടപ്പെടുന്നു. ഈ നഷ്ടപ്പെടുന്ന ആ ഭാഗത്തിന്റെ നീളം കുറയ്ക്കാൻ ഈ ഉപവാസം സഹായിക്കുന്നു. അതായത്
ഈ ഓരോ ഒരു ഇൻഡിഫിനിറ്റ് ആയിട്ട് സെല്ല് ഡിവൈഡ് ചെയ്യില്ല. കുറച്ച് ഒരു മനുഷ്യന്റെ ജീവിതകാലത്ത് 40 മുതൽ 80 വരെയാണ് സെൽ ഡിവിഷൻ നടക്കുന്നത്. 80 പ്രാവശ്യമാണ് സെൽ ഡിവിഷൻ നടക്കുന്നത് പറഞ്ഞു. അപ്പൊ ഈ ഓരോ പ്രാവശ്യവും ഈ കോശങ്ങൾ ഇങ്ങനെ വിഭജിക്കപ്പെടുമ്പോൾ ഈ DNA നഷ്ടമാകുന്നു. അങ്ങനെ ഈ നഷ്ടപ്പെട്ട് ഈ ആ ഭാഗത്തെ DNA പറയുന്നത് ജങ്ക് DNA, അതായത് DNA ഒരു അറ്റം. ആ ജങ്ക് DNA, അതായത് അത് ഒരു ഇൻഫർമേഷനും ക്യാരി ചെയ്യാത്ത ഭാഗമാണ്. ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ദൈവത്തിന് എന്തോ തെറ്റുപറ്റി, ഇതില് ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും സംഭരിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇതെന്നുള്ളതിലായിരുന്നു. പക്ഷെ പിന്നെ അവർക്ക് മനസ്സിലായി ഇത് ഷൂ ലേസ് പോണെയാണ്. DNA സെൽ സമയത്തിന് DNA പ്രൊട്ടക്ട് ചെയ്ത് പിന്നെ ഫ്യൂസ് ചെയ്യാതിരിക്കാൻ സഹായിക്കുന്നതാണെന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ജങ്ക് DNA ഓരോ പ്രാവശ്യവും കുറഞ്ഞു വരുമ്പോൾ അവസാനം അത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെയായാൽ ആയുസ് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അപ്പോൾ എന്താ പറയുക, എന്ത് വരുന്നു, DNA തമ്മിൽ ഫ്യൂസ് ചെയ്യും, ഒരു കൺഫ്യൂഷനായി, കാര്യങ്ങളൊന്നും ശരിയായിട്ട് നടക്കില്ല, അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ എത്തിച്ചേരും. അപ്പൊ അതുകൊണ്ട് ഈ മനസ്സിലായത് എന്താണ്, 36 മണിക്കൂർ നേരത്തെ ഉപവാസം കൊണ്ട് ഈ DNA ലോസ് കുറയ്ക്കാൻ പറ്റുന്നു. അതുകൊണ്ട് അങ്ങനെ ആയുസിനെ കൂട്ടാനുള്ള ഒരു മാർഗമായിട്ട്. അത് മാത്രമല്ലാതെ ഉപവാസത്തിന് പിന്നെ വേറെ പല ഗുണങ്ങളും ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ടോക്സിനെ മാറ്റുന്നു എന്നുള്ളത് മാത്രമല്ല, പലതരത്തിലുള്ള രോഗങ്ങൾക്കും ഇതൊരു നിവാരണമാണ്. നിവാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. രോഗത്തിന്റെ കാഠിന്യത്തെ കുറയ്ക്കുന്നു. അതായത് ഡിമിനീഷ എന്ന് പറയുന്ന ഒരു രോഗം, അതായത് മെമ്മറി, ഓർമ്മക്കുറവ്. ഇപ്പൊ വളരെ വയസ്സായവരിലും ഈവൻ 10-60 വയസ്സായവർക്കുള്ള കൂടെ ഉള്ള ഒരു രോഗമാണത്, മറവി എന്ന് പറയുന്ന ഒരു രോഗം. എന്നുവെച്ചാൽ പിന്നെ ആ മറവി രോഗത്തിനെ കുറയ്ക്കാനായിട്ട് ഇതിന് വളരെ നല്ല കഴിവുണ്ടെന്നാണ് പറയുന്നത് ഉപവാസം എടുക്കുന്നതിന്. അതുപോലെ തന്നെ മാരക രോഗങ്ങളായ ക്യാൻസർ, അല്ലെങ്കിൽ പിന്നെ ഈ ആസ്മ പോലെ COPD, അങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ ഈ ഉപവാസം ഒരു പ്രതിരോധ ശക്തി നൽകുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്. അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ ഈ ഏകാദശി ഉപവാസം നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞതാണ്. എങ്കിലും നമ്മുടെ ഋഷീശ്വരന്മാർ നല്ലപോലെ ഇതിന്റെ ഗുണങ്ങളെ മനസ്സിലാക്കിയിട്ടാണ് ഈ ഉപവാസത്തെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അവർക്ക് ഈ പ്രകൃതിയിൽ നിന്നുള്ള ഊർജത്തെ സംഭരിച്ച് മണിക്കൂറുകളോളം ധ്യാനത്തിലിരിക്കാനും, മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഈ ദിവസങ്ങളോളം ധ്യാനത്തിലിരിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു. ആ ധ്യാന സമയത്ത് അവർക്ക് വെളിപ്പെട്ട പല സംഗതികളുമാണ് ഈ പുരാണ ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ഉപനിഷത്തുകളിലോ വേദങ്ങളിലോ ഒക്കെ അറിവായിട്ട് വന്നിരിക്കുന്നത്. അതിന്റെ ബേസ്ഡാണല്ലോ പുരാണങ്ങളെല്ലാം. അപ്പൊ ഈ പുരാണങ്ങളിൽ പറഞ്ഞതെല്ലാം വാസ്തവത്തിൽ വളരെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഈ ഉപവാസം അനുഷ്ഠിച്ച് നമ്മളുടെ അടുത്ത തലമുറയ്ക്കും ഈ അറിവ് പകർന്നു നൽകി അവരെ കൊണ്ടും ഈ ഉപവാസം എടുപ്പിക്കാൻ പ്രേരിപ്പിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഈ വാക്കുകളെ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. പിന്നെ ജയന്തി മാഡം പറഞ്ഞ പോലെ മഹാരാഷ്ട്രയിലെ ഏകാദശിയെ പറ്റി പറയണമെന്നുണ്ടായിരുന്നു. ഒരുപാടൊന്നും എനിക്ക് അങ്ങനെ കിട്ടിയില്ല. പക്ഷേ എന്താ പറഞ്ഞാൽ അവർക്കെല്ലാം ആക്ച്വലി ഈ പന്തരപ്പൂർ ഏകാദശി, അതാണ് അവരുടെ പ്രധാന ഏകാദശി. മഹാവിഷ്ണുവിന്റെ തന്നെ ഒരു അവതാരമാണ് പന്തരപ്പൂർ ഇരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ, രുക്മിണി ദേവിയും എന്നാണ് അവരുടെ വിശ്വാസം. 21 ദിവസം കാൽനടയായിട്ട് യാത്രയായിട്ടാണ് അവർ നമ്മുടെ ശബരിമലയ്ക്ക് പോകുന്നത്. 10 ലക്ഷം ആളുകളോട് ആ സമയത്ത് അവിടെ കൂടും. അവരെല്ലാവരും ഭജന പാടും. നോർത്ത് ഇന്ത്യയിലുള്ള ഏകാദശി ഉപവാസത്തിന്റെ ഒരു പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാവരും തന്നെ രാത്രിയിൽ ഉറക്കം വിളച്ച് ഭജന പാടുന്നു. നമ്മളത് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഏകാദശി പൂർണ്ണ രൂപത്തിൽ അനുഷ്ഠിച്ചാൽ മാത്രമേ നമുക്ക് എന്താ പറയുക, പാപവിമുക്തി കംപ്ലീറ്റ് ആയിട്ട് വന്ന് പരമപദം പ്രാപിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ ഏകാദശി കുറച്ച് ഞാൻ പറയും പിന്നെ എന്താ പറയാ, ശരിയായിട്ട് നമ്മൾ അനുഷ്ഠിക്കുന്നത് അതിന്റെ ഇത് പോരാ. അതിനുള്ള ഫലം നമുക്ക് കിട്ടും. നമ്മൾ എന്ത് ചെയ്താലും ഒരു ഫലം ഉണ്ടാവുമല്ലോ. അപ്പൊ പക്ഷെ രാത്രി എന്ത് പറയുക, ഉറക്കം വിളച്ച് സത്സംഗത്തിൽ മുഴുകി ഇരുന്നാലാണ് ആ ഏകാദശിയുടെ പൂർണ്ണ ഫലവും കിട്ടുന്നത്. ദ്വാദശി എന്ന ദാനം ചെയ്യുക, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഏകാദശി അനുഷ്ഠിച്ചു, ഇത് എനിക്ക് ഒരു ഫലവും കിട്ടിയില്ലല്ലോ എന്ന് ആരും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുന്നതിന്റെ അനുസരിച്ചുള്ള ഫലം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അത്രയേ ഉള്ളൂ പറയാനുള്ളത്. സോ എൻ്റെ ഈ ഇതുവരെ പറഞ്ഞ വാക്കുകളെ അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.